ഒരു പ്രാക്ടിക്കൽ ടിപ്പ് എന്താന്ന് വെച്ചാൽ, ദുആ ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം, ഇതൊരു ഖുർആനിലോ ഹദീസിലോ കിതാബുകളിലൊന്നും ഉള്ളതല്ല, നമ്മുടെ മൈൻഡിനെ നമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാം എപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആദ്യം ഹുമൂമുൻ ലസിമത്തിനി വദുയൂനുൻ യാ റസൂലല്ലാഹ്, മാനസിക വിഷമം തന്നെയാണ്, കുറച്ച് കടങ്ങളുണ്ട്, വീട്ടാൻ വഴിയില്ല, മാർഗമില്ല. അങ്ങനെ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി വിഷമം കൊണ്ട് പള്ളിയിൽ വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അബൂമാമ, ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോകളിൽ കമൻറ്റുകളിൽ കൂടുതലും വന്നത് കടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. മിക്കവാറും ആളുകൾക്കൊക്കെ കടമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് കാണുന്ന പലർക്കും കടമുണ്ടായ ഒരു 3 കടം കഥകളാണ് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത 3 ദുആകൾ കടമുള്ള ആളുകൾക്ക് പതിവാക്കാവുന്ന പ്രാർത്ഥനകളാണിത്. ഒന്നാമത്തത്, ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അസ്മാ ബിൻത്ത് ഉമ്മു ഉമൈസ് റളിയല്ലാഹു അൻഹാക്ക് കുറച്ച് പണം തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. മഹദി എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതായിരിക്കാം. ആയിഷ ബീവി പറയാണ്, അസ്മാ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ, ഞങ്ങളിങ്ങനെ കാണുമ്പോഴൊക്കെ എനിക്കതൊരു ലജ്ജയായിരുന്നു. അസ്മാഇന്റെ മുഖത്ത് നോക്കാൻ ഒരു മടിയായിരുന്നു. കാരണം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എൻ്റെ ഈ പരിഭവം പറഞ്ഞു, നബി, അസ്മാഇന് കുറച്ച് പണം തിരിച്ചു കൊടുക്കാനുണ്ട്, അതിനൊരു വഴി ഞാൻ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ആ ദുആ: അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തൽ മുൽതദ്ദീന റഹ്മാന ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക. ആശയം ഇങ്ങനെ പറയാം: അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി, ഒരു മാനസികമായ അസ്വസ്ഥത, ഒരു വിഷമം, അത് അകറ്റുന്ന പടച്ചോനെ. മുജീബ ദഅവത്തൽ മുൽതദ്ദീൻ, പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആൾക്ക്, ഏറ്റവും പ്രയാസത്തിലകപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അല്ലാഹുവേ. മുജീബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നയാളാണ്. അൽ മുൽത്തർ എന്ന് പറഞ്ഞാൽ ഇനി അയാളുടെ മുമ്പിൽ ഒരു വഴിയും ഇല്ല. ഇതാണ് ദഅവത്ത്, മുജീബ ദഅവത്തൽ മുൽതദ്ദീൻ. റഹ്മാന ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ, ദുനിയാവിലും ആഖിറത്തിലും കരുണ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹുവേ. ഈ 4 വിശേഷണങ്ങൾ പെടുത്തിയിട്ടാണ് അള്ളാഹുവിനോട് പറയുന്നത്. ഒന്ന്, ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തൽ മുൽതദ്ദീൻ റഹ്മാന ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ. എന്നിട്ട് പറയുന്നത്, അൻത തർഹമുനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം, റഹ്മത്തൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക. റഹ്മത്തൻ, ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം ചെയ്യണം. ആ കാരുണ്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റൊരാളുടെ കാരുണ്യത്തിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു കാരുണ്യം നീ എന്നോട് ചെയ്യണമേ. ഞാൻ ഇതിന്റെ ആശയം കൂടി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിന്റെ ആശയം മനസ്സിലായിട്ട് ദുആ ചെയ്യുമ്പോൾ അതൊരു കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവും. മറ്റതൊരു അധര വ്യായാമം മാത്രമേ ആവുള്ളൂ. ഈ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അത് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹാക്കുള്ള കടം എനിക്ക് കൊടുത്തു വീട്ടാൻ പറ്റും. ആയിഷ ബീവി അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അത് എനിക്കാരും ദാനം തന്നതല്ല, വല മീറാസുൻ വരിസ്തുഹു, എനിക്ക് അനന്തരമായി കിട്ടിയ സ്വത്തൊന്നും കിട്ടിയിട്ടൊന്നും അല്ല. പക്ഷെ അല്ലാഹു തആല മറ്റേതെല്ലാമോ വഴിയിലൂടെ എനിക്ക് ആ
പണം തിരിച്ചു കൊടുക്കാനുള്ള മാർഗം എൻ്റെ മുമ്പിൽ ഉണ്ടാക്കി തന്നു. ഞാൻ ആ പണം തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഒരു കാര്യമായ വിഹിതം ഞാൻ നൽകുകയും എൻ്റെ സഹോദരനായ അബ്ദുറഹ്മാനിൻ്റെ മകൾക്ക് ഞാൻ സ്വർണ്ണാഭരണം നൽകുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദുആ, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തൽ മുൽതദ്ദീൻ റഹ്മാനദ് ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി റഹ്മത്തൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക. രണ്ടാമത്തെ ദുആ ഇതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ, നിസ്കാര സമയമല്ല, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മാനസിക വിഷമത്തിൽ പള്ളിയിൽ അഭയം തേടിയിരിക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, എന്താ അബൂ ഉമാമ ഈ സമയത്ത് പള്ളിയിൽ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുമൂമുൻ ലസിമത്തിനി വദുയൂനുൻ യാ റസൂലല്ലാഹ്. മാനസിക വിഷമം തന്നെയാണ്, കുറച്ച് കടങ്ങളുണ്ട്, വീട്ടാൻ വഴിയില്ല, മാർഗമില്ല. അങ്ങനെ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി വിഷമം കൊണ്ട് പള്ളിയിൽ വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അബൂ ഉമാമ, ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. നീ ആ ദുആ ചെയ്യുകയാണെങ്കിൽ നിന്റെ കടങ്ങൾ വീടുകയും ചെയ്യും, നിന്റെ മാനസിക വിഷമങ്ങൾ അല്ലാഹു തആല തീർത്തു തരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, എനിക്ക് നീ അത് തരല്ല. അതാണ് അഊദു ബിക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ഹമ്മ് ഹസൻ എന്ന് പറഞ്ഞാൽ മാനസികമായ വിഷമങ്ങൾ, ടെൻഷനുകൾ, ഈ സാമ്പത്തികമായ പ്രയാസങ്ങൾ മൂലമുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ഇതാണ് ഹമ്മ് ഹസൻ എന്നൊക്കെ പറഞ്ഞാൽ. അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അജ്സ് എന്ന് പറഞ്ഞാൽ അശക്തത, കഴിവില്ലായ്മ, കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള ഒരു പ്രാപ്തി ഇല്ലായ്മ. അത് നീ എനിക്ക് തരല്ല, അത് ഒരു പ്രാപ്തി എനിക്ക് തരണം എന്നാണ് എൻ്റെ ഉദ്ദേശം. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. കസൽ എന്ന് പറഞ്ഞാൽ മടിയാണ്, ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ, നേരം വെളുത്തിട്ട് പുറത്തിറങ്ങാൻ തോന്നൂല, വീട്ടിൽ തന്നെ കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ നേരത്തെ എണീക്കാൻ തോന്നൂല, ജോലിക്ക് പോകാൻ തോന്നൂല, ബിസിനസ്സിൽ കാര്യങ്ങൾ ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് ചെയ്യാനുള്ള മടി, അലസത. ഇതാണ് അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ്, ഫിയർ ഓഫ് ഫെയിലർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മണി ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഫെയിലിയറിന്റെ കാര്യം. എന്ന് വെച്ചാൽ ഞാനതിലേക്ക് ഇറങ്ങിയാൽ പരാജയപ്പെടുമോ എന്ന പേര്, അതാണ് ജുബ്ൻ. ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്, സമ്പത്ത് ചെലവഴിക്കാൻ തോന്നാതിരിക്കുക, പിശുക്ക് കാണിക്കുക. ഇതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഗലബത്തു ദൈൻ എന്ന് പറഞ്ഞാൽ കടം അധികരിക്കുക, ഇതിനെ തൊട്ടും. പിന്നെ ഖഹ്റു റിജാൽ. ഖഹ്റു റിജാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മോട് കടം തിരിച്ചു ചോദിച്ച് നമ്മെ വിഷമപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവർക്കൊരു സാവകാശം, അവർ നമുക്കൊരു സാവകാശം തരാതിരിക്കുന്ന അവസ്ഥ. ഈ ദുആ പതിവാക്കിയപ്പോൾ എൻ്റെ കടങ്ങളൊക്കെ വീടി എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ കടം കഥ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. 2 ദിവസമായി പള്ളിയിൽ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെന്നു. എന്താണ് മുആദ് പള്ളിയിൽ കാണാത്തത്? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടമാണ് നബിയെ, കടം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥന, ഒരു ദുആ പഠിപ്പിച്ചു തരാം, അത് നീ പതിവാക്കിയാൽ പർവ്വതങ്ങളോളം കടങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു തആല വീട്ടി തരും. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ
وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تؤتي من تشاء منهما وتمنع من تشاء منهما ഇർഹംനി റഹ്മത്തൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. ഇത് നേരത്തെ പറഞ്ഞ രണ്ട് ദുആകളെക്കാളും കുറച്ചുകൂടി ദൈർഘ്യം കൂടിയതാണ്. ഞാൻ ആശയം ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. മാലിക്കുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ നൽകുന്ന അല്ലാഹു, അതിനെ കൈയാളുന്ന ആള്. ഒരാൾക്ക് ഒരു അധികാരം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതാണ് അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ. നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ അധികാരം കൊടുക്കും. തൻസിഉൽ മുൽക മിമ്മൻ തശാഉ. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ ഊരിയെടുക്കുകയും ചെയ്യും. ചിലർക്ക് പുതിയ അധികാരങ്ങൾ കൊടുക്കും, ചിലരുടെ അധികാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന അല്ലാഹു. തുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. ചില ആളുകളെ നീ ഇസ്സത്തിലാക്കും, ചില ആളുകളെ നിന്ദതയിലാക്കുകയും ചെയ്യും. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ നീ റിസ്ക് നൽകും, അഭിവൃദ്ധി നൽകും. സമ്പത്ത് എന്ന് പറഞ്ഞുകൂടാ, ജീവിക്കാൻ ആവശ്യമായ സർവ്വ മേഖലകളിൽ നിന്നും എന്തൊക്കെ അവനിക്ക് വേണോ അതൊക്കെ നൽകും എന്നതാണ്. റഹ്മാന ദുനിയ വൽ ആഖിറത്തി വറഹീമഹുമാ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആയിഷ ബീവിയുടെ ദുആയിൽ, ഇർഹംനി റഹ്മത്തൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. ഇങ്ങനെ ആശയം പറഞ്ഞു തരുന്നത് ഈ ആശയം മനസ്സിലാക്കി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 3 ദുആകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി എന്നുള്ള ദുആ. രണ്ടാമത്തത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്ന് തുടങ്ങുന്ന ദുആ. മൂന്നാമത്തത് അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ എന്ന് തുടങ്ങുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ. അപ്പോൾ ധാരാളം കടമുള്ള ആളുകൾ ഈ 3 ദുആകളും കാണാതെ പഠിക്കുക. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഏത് സമയത്തുള്ള പ്രാർത്ഥനക്കാണ് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിനെ നമ്മിലേക്ക് കൊണ്ടുവരണം. മൈൻഡ് വേറെ എവിടെയോ കറങ്ങി നടക്കുമ്പോൾ പ്രാർത്ഥിച്ച ചിലപ്പോൾ ഉത്തരം കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖൽബിൽ ലാഹിൻ എന്ന് വെച്ചാൽ ഈ ആത്മാർത്ഥതയില്ലാത്ത, മനസ്സറിയാത്ത ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ടിപ്പ് എന്താന്ന് വെച്ചാൽ ദുആ ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം, ഇതൊരു ഖുർആനിലോ ഹദീസിലോ കിതാബുകളിലൊന്നും ഉള്ളതല്ല, നമ്മുടെ മൈൻഡിനെ നമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാം എപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആദ്യം ദീർഘ ശ്വാസം വലിക്കുക, വിടുക. അപ്പോൾ 2-3 തവണ ഈ ഒരു ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ കണ്ണ് ചിമ്മിയിട്ടോ ചുമ്മാതെയോ ഒക്കെ ആവാം, നമ്മുടെ മൈൻഡിൽ നമ്മിലേക്ക് തന്നെ കൊണ്ടുവരും. അതിനുശേഷം ദുആ എപ്പോൾ ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങണം. അല്ലാഹുവിന് സ്തുതി പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. എല്ലാവർക്കും അറിയുന്ന ഹംദിന്റെ വാചകങ്ങളാണത്. അതിനുശേഷം സ്വലാത്ത് ചൊല്ലണം. അതിനുശേഷം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖത്തായാന എന്ന് പറയുന്ന ദുആ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുകൾക്ക്, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയും. ഇസ്തിഗ്ഫാറിന്റെ ഒരു വാചകമാണ് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം ദുആ ചെയ്യാം. അതിൽ ഈ 3 ദുആകളും ഉൾപ്പെടുത്തുക. പിന്നെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ഇങ്ങനെ അവസാന സമയത്ത് ദുആയുടെ അവസാനത്തിലും സ്വലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഹംദും ഉണ്ടായിരിക്കണം എന്നാണ്. സ്റ്റാർട്ടിങ്ങിലും ഹംദും സ്വലാത്തും വേണം, അവസാനത്തിലും ഹംദും സ്വലാത്തും വേണം. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ഒരു ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനെ ആ സമയത്തിലേക്ക്, നമ്മിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. നല്ലൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.